രേണു ഈ ഒരു വീഡിയോ കാണണം. രേണു കാണാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, സത്യം പറഞ്ഞാൽ 1-ാം തീയതി ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കൊടയൊക്കെ എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കൊടയൊക്കെ എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. കുറച്ചെങ്കിലും നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരിയുള്ള തള്ളു വന്നിട്ട് തള്ളാതിരിക്കുക. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. കുഞ്ഞിനുള്ള ബാഗ്, ബുക്ക്, കൊടയൊക്കെ എനിക്കറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു എന്ത് ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ സുവിച്ചാണ്ടുണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചേനെ. നീ അധ്വാനിക്കാൻ പോവാണ്ട് ഈ കണ്ണി കണ്ട ആൽബങ്ങൾ മുഴുവനും ചെയ്തിട്ട് നിനക്ക് എന്താ പൈസ ഒന്നും കിട്ടണില്ലേ? ഈ അധ്വാനിക്കാൻ പോവാണ്ട് ഈ കണ്ണി കണ്ട ആൽബങ്ങൾ മുഴുവനും ചെയ്തിട്ട് നിനക്ക് എന്താ പൈസ ഒന്നും കിട്ടണില്ലേ? പോയിന്റ്. സത്യം പറയാമല്ലോ, കാലണ കയ്യിലില്ല. ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നേ ഉള്ളൂ. 10 പൈസ കിട്ടാണ്ട് വെറുതെ നീ അവിടെ കുത്തിയിരുന്നിട്ട് നീ വെറുതെ ആളുകൾക്ക് ഇങ്ങനെ മറ്റേ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോണത്. നിനക്ക് കാശൊന്നും കിട്ടണില്ലേ? അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഒരു ഫോൺ പൊട്ടിയിട്ട് വർഷങ്ങളായി. ആ ഫോൺ പോലും എനിക്ക് മേടിച്ചു തരാൻ ആരും. കിച്ചുവിന് എന്തായാലും ഒരു സന്തോഷം, അവന് പുറത്തുള്ളൊരു പുള്ളിക്കാരി ഒരു നല്ലൊരു ഫോൺ മേടിച്ചു കൊടുത്തു. അത് ഒരുപാട് സന്തോഷം, ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അവനൊരു ഫോൺ കിട്ടിയിട്ട് നല്ല ഫോണാണ്. അതുപോലെ മേടിച്ചു തരാൻ എനിക്കാരും ഇല്ല. അതാ നിന്റെ വിഷമം. ഞാനിപ്പോഴും പൊട്ടിയ ഫോൺ കൊണ്ടാ ഉപയോഗിക്കുന്നത്. എനിക്കാരും ഫോൺ മേടിച്ചു തരാനില്ല. കുശുമ്പ്, അങ്ങേറ്റം കുശുമ്പുണ്ടല്ലോ, ആ കുശുമ്പ് സ്വരാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റിയത്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം, എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കുശുമ്പ്, അങ്ങേറ്റം കുശുമ്പുണ്ടല്ലോ, ആ കുശുമ്പ് സ്വരാണ് അവിടെ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്, മുതലാളി ഒരു ചെത്തിയാണ്. പിന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണു സുതി അല്ല വെക്കണമെങ്കിൽ രേണു സുതിയെ പോലെ മണ്ണിനടിയിലാണ്. ഞാനൊരു കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഒരു തീരുമാനത്തിൽ നിന്നും ഞാനൊരു തരി കൂടി പിന്നോട്ട് പോകില്ല. അങ്ങനെ പിന്നോട്ട് പോകണമെങ്കിലേ എന്റെ ശവം ഈ പറയണമാതിരി മണ്ണിന്റെ അടിയിൽ പോകണമെന്ന് അങ്ങനെ വേണം പറയാൻ വേണ്ടിട്ട്. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. അല്ലാണ്ട് ഞാനൊരു കാല് വെച്ചു, ആ ഒരു കാല് തിരിച്ചു വെക്കണമെങ്കിലേ സുധിച്ചേട്ടനെ പോലെ മണ്ണിന്റെ അടിയിൽ പോണോന്ന്. അപ്പോഴും അവിടെ സുധിച്ചേട്ടന്റെ പേര് പറഞ്ഞു. ആ ഒരു സമയത്തും കൂടി സുധി എന്ന് പറയണ വാക്ക് കണ്ടന്റ് ആക്കി വിറ്റോണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയണോ ആളില്ലേ? മുന്നോട്ട് വെച്ച് ഈ കാല് പിന്നോട്ട് വെക്കണമെങ്കിൽ രേണു സുതി അല്ല വെക്കണമെങ്കിൽ രേണു സുതിയെ പോലെ മണ്ണിനടിയിലാണ്. കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം. രേണു അത് ഒന്നും കൂടി കൺഫേം ആക്കിക്കൊണ്ടേയിരിക്കാണ്. പല്ല് പറിച്ചു വിട്ട മൂർക്കം പാമ്പിനെ നിങ്ങൾ നോവിച്ചു വിട്ടേക്കണേ എന്നാ അയാള് പത്തി വിടർത്തും കൊത്തും. എനിക്കൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിലോ, എനിക്കൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു അവസരം കിട്ടുകയാണെങ്കിലോ ആദ്യം ഞാൻ പുറത്താക്കണ രേണുവിനായിരിക്കും. എന്റെ മുഖംമൂടി വലിച്ചു കീറിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് എടുത്തിടും. എന്നിട്ട് അതിന് കേറി നിന്ന് ഉപ്പിറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് തിരിക്കുമ്പോ പക്ഷെ നമുക്കൊരു അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ കാത്തിരിക്കും എന്തെങ്കിലും ഒരു കൊല്ലം ഒരു അവസരം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ട്. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേടായിരുന്നല്ലേ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ.